ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ നൈറ്റി എങ്ങനെ കട്ട് ചെയ്യാന്നുള്ളതാണ്. നൈറ്റിൻ്റെ കട്ടിങ്ങിൻ്റെ വീഡിയോ മാത്രമേ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൂ. സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഞാൻ അടുത്തായിട്ട് ഇടുന്നതായിരിക്കും. കട്ട് ചെയ്യുന്ന സമയത്ത് നൈറ്റി തുണിയുടെ മടക്ക് വരുന്ന ഭാഗം നമ്മൾ നിൽക്കുന്ന വശത്തും ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗം മറ്റേ വശത്തും ആക്കിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതെങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നെക്ക് വിഡ്ത്താണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നെക്ക് വിഡ്ത്ത് വന്നിട്ടുള്ളത് 2.5 ആണ്. അപ്പം 2.5 ഇവിടെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ മാർക്ക് ചെയ്തെടുത്തുനിന്ന് താഴേക്കായിട്ട് ടാപ്പ് പിടിച്ച് നെക്ക് ലെങ്ത്ത് രേഖപ്പെടുത്തി കൊടുക്കാം. നെക്ക് ലെങ്ത്ത് 5.5 ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. നെക്ക് ലെങ്ത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവെടുക്കാം. 6 എടുക്കാം, 5.5 എടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് ആ ഒരു അളവിൽ നിങ്ങൾക്ക് എടുക്കാം. ഇനി ഇതുപോലെ വരച്ചു കൊടുക്കാം. നെക്ക് ലെങ്ത്തിൽ നിന്നും വിഡ്ത്തിലേക്ക് ഒരു വര ഇട്ട് കൊടുക്കാം. അടുത്തത് ഷോൾഡർ 5.5 മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അവിടുന്ന് താഴേക്കായിട്ട് ആം ഹോളും കൂടി അടയാളപ്പെടുത്തി കൊടുക്കാം. ആം ഹോള് നമ്മൾ ഷോൾഡർ അടയാളപ്പെടുത്തിയെടുത്തുനിന്ന് നേരെ സ്ട്രൈറ്റ് താഴേക്കായിട്ട് ടാപ്പ് പിടിച്ചതിന് ശേഷം 8 ഇഞ്ച് അടയാളപ്പെടുത്തി അത് വരച്ചു കൊടുക്കാം. ഇനി വന്നിട്ടുള്ളത് ചെസ്റ്റ് റൗണ്ടാണ്. ചെസ്റ്റ് റൗണ്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ അളവിനെടുത്തിട്ടുള്ള ആ നൈറ്റീൻ്റെ ചെസ്റ്റ് റൗണ്ട് എത്രയാണെന്ന് അളന്ന് നോക്കാം. എനിക്കിവിടെ 11.5 കിട്ടിയിട്ടുള്ളത്. ഇനി ഈ 11.5ൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടി 12.5 ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 12.5 മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നേരെ താഴേക്കായിട്ട് വരച്ചു കൊടുക്കാം. നൈറ്റി ആയതുകൊണ്ട് ഞാൻ ഷേപ്പൊന്നും അടയാളപ്പെടുത്തുന്നില്ല. നേരെ താഴേക്ക് ടാപ്പ് പിടിച്ചതിന് ശേഷം നേരെ താഴേക്ക് വരച്ചു കൊടുക്കുന്നുണ്ട്. അടിഭാഗത്തായിട്ട് ഫ്ലയർ 15 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ ഈ 12 ഇഞ്ച് ചെസ്റ്റ് റൗണ്ട് അടയാളപ്പെടുത്തിയെടുത്തുനിന്ന് നേരെ താഴേക്ക് 15 ഇഞ്ച് അടയാളപ്പെടുത്തിയെടുത്തേക്ക് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നൈറ്റീൻ്റെ ലെങ്ത്ത് ഞാൻ 56 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അളവിനെടുത്ത നൈറ്റീൻ്റെ ലെങ്ത്ത് 54 വന്നിട്ടുള്ളത്. അതിൻ്റെ കൂടെ 2 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് 56 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഇത് നേരെ താഴേക്ക് വരച്ചു കൊടുത്തതിന് ശേഷം നെക്കും ആം ഹോളും ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. നെക്ക് ഒരു 4 ഇഞ്ചല്ല 1/2 ഇഞ്ച് വെച്ചിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ആം ഹോള് 1 ഇഞ്ച് വെച്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഷേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ആദ്യം നെക്കാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നെക്കും ആം ഹോളും കട്ട് ചെയ്തതിന് ശേഷം താഴെ ഫ്ലെയർ വരെ കട്ട് ചെയ്തെടുക്കാം. ഫ്ലെയർ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം അടുത്തത് നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. സ്ലീവ് നമ്മൾ ആം ഹോള് അടയാളപ്പെടുത്തിയെടുത്തുനിന്നാണ് സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നത്. ആം ഹോള് കഴിഞ്ഞ് ഈ ബാക്കി വന്നിട്ടുള്ള ഈ ഒരു ഭാഗമാണ് സ്ലീവിനായിട്ട് എടുക്കുന്നത്. ഇത് ഇങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ ബാക്കി നമുക്ക് സൈഡിൽ നിന്ന് കിട്ടിയിട്ടുള്ള പീസ് വെച്ചിട്ട് കൈ ലെങ്ത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലെങ്ത്ത് കൂട്ടാനായിട്ട് എടുക്കാം. ഈ സൈഡിൽ നിന്ന് ഇപ്പം 4 പീസ് തുണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 കൈക്കും 2 പീസ് വെക്കാനുള്ള തുണി കിട്ടിയിട്ടുണ്ട്. നമുക്ക് 3/4 സ്ലീവ് 14 ഇഞ്ച് ടോട്ടൽ ലെങ്ത്ത് വരുന്ന സ്ലീവിന് ആവശ്യമായിട്ടുള്ള തുണി ഞാൻ ഇവിടുന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ബാക്കി വന്നിട്ടുള്ള പീസിൽ നിന്നാണ് നമ്മൾ നൈറ്റിൻ്റെ ഫ്രണ്ടിൽ വെക്കേണ്ട ആ പീസും പിന്നെ സിബ് കവർ ചെയ്യാനായിട്ടുള്ള പീസും കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ഒരു പീസ് കൈൻ്റെ ഭാഗത്തായിട്ടും പിന്നെ ബാക്കി വന്നിട്ടുള്ളത് നൈറ്റിൻ്റെ സിബിൻ്റെ ഭാഗത്തും ഫ്രണ്ട് കവർ ചെയ്യാനായിട്ട് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നൈറ്റി കട്ട് ചെയ്യുന്ന വീഡിയോ. അപ്പോൾ നൈറ്റി സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഞാൻ അടുത്തായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.